നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മദ്യപിച്ച് വാഹനമോടിക്കൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തി. ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കൽ ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തിയത്. ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ നിന്നും ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന. മദ്യപിച്ച് വാഹനമോടിക്കൽ, സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുള്ള സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് പറഞ്ഞു. പട്ടാമ്പിൽ നടത്തിയ പരിശോധനയിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിക്കാതെ സർവീസ് നടത്തുന്ന ബസ്സുകളെ കണ്ടെത്തി. കൂടാതെ പ്രവർത്തനരഹിതമായ സ്പീഡ് ഗവർണർ ഉപയോഗപ്രദമാക്കാത്തതിനെതിരെയും 14ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ്, ഹരീഷ് മോൻ എന്നിവരും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി SBI ബാങ്കിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ കുന്നംകുളം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കൊപ്പം സ്വദേശികൾ സഞ്ചരിച്ച കാറും പട്ടാമ്പി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ആമക്കാവ് സ്വദേശി സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇരു കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല. പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുഹമ്മദ് മോസിൻ MLA ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലാണ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തിയത്. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്നായിരുന്നു ഓണാഘോഷം ഒരുക്കിയത്. രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണപ്പൂക്കളം തീർത്തു. തുടർന്ന് മുഹമ്മദ് മോസിൻ MLA ഓണാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ മലയാളികൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് മുഴുവൻ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളോട് കൂടിയിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല. പൂക്കളം ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സദ്യയും കുടുംബാംഗങ്ങളും ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒന്ന് കൂടി ഓണം ആഘോഷിക്കുകയാണ്. എന്നാൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം താലൂക്ക് ആസ്ഥാനത്ത് നടക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റു ജീവനക്കാരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിപുലമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിയായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൃത്താല KMK ഓഡിറ്റോറിയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ഉദ്ഘാടനം ചെയ്തു. തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. അഷ്ടാംഗം ആയുർവേദ കോളേജ് അധ്യാപിക ഡോക്ടർ സ്വാതി ക്ലാസ് എടുത്തു. യോഗ പരിശീലക ഡോക്ടർ അർച്ചന യോഗ പ്രദർശനം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പത്തിൽ അലി, സുജാത, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണദാസ്, PKHMC അംഗങ്ങളായ പത്മനാഭൻ മേഴത്തൂർ, ബ്രഹ്മദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണവിപണിയിൽ പ്രസിദ്ധമാണ് വരവൂർ പഞ്ചായത്തിലെ കായവറവും ശർക്കര ഉപ്പേരിയും. കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ 5 വനിതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവരുടെ കായവറവിനും ശർക്കര ഉപ്പേരിക്കും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓണസദ്യകളിൽ പ്രധാനപ്പെട്ട 2 വിഭവങ്ങളാണ് കായവറവും ശർക്കരയുപ്പേരിയും. നല്ല രുചിയുള്ള കായവറവും ശർക്കരയുപ്പേരിയും എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മാധ്യമപ്രവർത്തകനായ മനോജ് പറഞ്ഞത് വരവൂരിൽ ലഭിക്കുമെന്ന്. എന്താണ് മനോജ്, വരവൂരിലെ ഈ കായവറവിന്റെയും ശർക്കരയുപ്പേരിയുടെയും പ്രത്യേകത? ചങ്ങാലിക്കോടൻ കായ ഉപയോഗിച്ചാണ് ഇവിടെ കായവറവും ശർക്കരയുപ്പേരിയും ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ കായക്കുലകളിൽ സൂപ്പർ സ്റ്റാർ ആണ്. ചെങ്ങാലിക്കോടൻ കായ ഉപയോഗിച്ച് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് സൂപ്പറായിരിക്കും.
വാഴക്കുലകളിൽ കേമനാണ് ചെങ്ങാലിക്കോടൻ. പഴമായാലും കായവറവ്, ശർക്കര വരട്ടി എന്നിവയ്ക്കായാലും ചെങ്ങാലിക്കോടന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. തേനൂറുന്ന സ്വാദ് തന്നെയാണ് ചെങ്ങാലിക്കോടന്റെ വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾക്ക് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കായ ഉപയോഗിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ നിന്നാണ് ഇവർ കായക്കുലകൾ വാങ്ങിക്കുന്നതെന്നതും വലിയ പ്രത്യേകതയാണ്. ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ രൂപീകരിച്ച അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ CR ഗീത, CU ശൈലജ, PK യശോദ, P ഉഷ, UC പ്രേമ എന്നിവർ ചേർന്ന് 2008 മുതലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കായവറവും ശർക്കര ഉപ്പേരിയും നിർമ്മിച്ചു തുടങ്ങിയത്. എല്ലാ വർഷവും ഉയർന്ന വരുമാനമുണ്ടാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. വരവൂർ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഇവരുടെ പ്രവൃത്തിക്കാവശ്യമായ യന്ത്ര ഉപകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ രുചിയും ഗുണനിലവാരവുമാണ് ഇവർക്ക് ഓണവിപണിയിൽ മികച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കുന്നത്. നല്ല രുചിയുള്ള കായവറവും ശർക്കര ഉപ്പേരിയും ഉണ്ടാക്കി ഓണവിപണി കൈയടക്കുവാനുള്ള തിരക്കിലാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. ഓണത്തോടനുബന്ധിച്ച് പട്ടാമ്പിയിൽ കുടുംബശ്രീയുടെ ഓണച്ചന്ത തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഓണം ചന്ത ആരംഭിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പിയിലാണ് ഓണം ചന്ത ആരംഭിച്ചിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിക്കുന്ന 28 വാർഡുകളായി പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബശ്രീകളിൽ നിന്നുള്ള അംഗങ്ങളും ഇന്നിവിടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി എത്തിച്ചിട്ടുണ്ട്. അച്ചാറ് മുതൽ പുളിയിഞ്ചി മുതൽ പിന്നെ നമുക്ക് ഓണക്കോടി വരെ ഈ ചന്തയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. കുടുംബശ്രീ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ യാതൊരു മായവും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അതിനെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കുന്നത് തന്നെ വില അല്പം കൂടുതലായാലും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. യാതൊരു കേടുമില്ലാതെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായും നല്ലവരായ ആളുകൾ ഈ ഓണത്തിന് ഈ കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരോട് സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം സംസ്ഥാനം ഒട്ടുക്കും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ചന്തകൾ ഇപ്പൊ ആരംഭിച്ചിരിക്കുകയാണ്. സഹകരണ മേഖലയിലും മറ്റു മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ചന്ത എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സംരംഭത്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. CDS ചെയർപേഴ്സൺ P ഗീത അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർ C സംഗീത, CDS സെക്രട്ടറി മഹിമ, കൗൺസിലർമാരായ ശ്രീനിവാസൻ, മകേഷ്, സിറ്റി മിഷൻ മാനേജർ ജീഷ്മ, സീമ, നൌഷത്ത്, മറ്റു CDS അംഗങ്ങളും കുടുംബശ്രീ ഭാരവാഹികളും പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം വിപണന മേളയുടെ ഭാഗമായി നടന്ന വനിതാ കലാമേളയിൽ ബുധനാഴ്ചത്തെ മത്സരങ്ങളിൽ ICDS പ്രവർത്തകരുടെ ഗ്രൂപ്പ് ഡാൻസ് വിഭാഗത്തിൽ കപ്പൂർ, ആനക്കര, തൃത്താല പഞ്ചായത്തുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ICDS പ്രവർത്തകരുടെ കോൽക്കളി മത്സരത്തിൽ നാഗലശ്ശേരി, ചാലിശ്ശേരി പഞ്ചായത്തുകൾ യഥാക്രമം 1, 2 സ്ഥാനവും കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകൾ 3 സ്ഥാനവും നേടി. MGNRGS പ്രവർത്തകരുടെ ചവിട്ടുകളി മത്സരത്തിൽ കപ്പൂർ, പട്ടിത്തറ, ആനക്കര പഞ്ചായത്തുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. MGNREGS പ്രവർത്തകരുടെ നാടൻപാട്ട് മത്സരത്തിൽ ആനക്കര, കപ്പൂർ പഞ്ചായത്തുകൾ 1, 2 സ്ഥാനവും നാഗലശ്ശേരി, തിരുമിറ്റക്കോട് പഞ്ചായത്തുകൾ 3 സ്ഥാനവും കരസ്ഥമാക്കി. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും പ്രകടനം നടത്തിയത്.
മാഫിയകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. പ്രതിഷേധ സമരം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കിഴാവിന്റെ അധ്യക്ഷതയിൽ DCC എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ET ഉമ്മർ, K ബഷീർ, AK അക്ബർ, വാഹിദ് കൽപ്പക, ഹനീഫ മാനു, മുനീർ, വാഹിദ് ഉമിക്കുന്ന്, P ഷൗക്കത്ത്, K പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിലെ പടാട്ടുകുന്നിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിപ്പുറത്ത് വളപ്പിൽ 28 വയസ്സുള്ള ഷിനോയിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. പടാട്ടുകുന്ന് ക്ഷേത്രത്തിന് സമീപത്തെ ഷെഡിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് മരിച്ചത് എന്നാണ് നിഗമനം. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സുരേഷ്, സതി ദമ്പതികളുടെ മകനാണ്. ജിത്യ ഭാര്യയാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.